ചേതൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സമാപന മഹാറാലിയാണ്, മഹാസമ്മേളനമാണ്. 25,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മഹാറാലി നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ പുതിയ കമ്മിറ്റിയും ഒക്കെ തെരഞ്ഞെടുത്ത് ഏറ്റവും ആവേശകരമായ രീതിയിൽ SFI പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ സമരവേദികളിലേക്ക് എത്തുകയാണ്. തീർച്ചയായും മനു, SFIയുടെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് അവസാന ദിനമാണ്. ഇന്ന് ഇതിൻ്റെ ഭാഗമായി ആദ്യം വിദ്യാർത്ഥികളുടെ റാലി ഉണ്ടാകും. കോഴിക്കോട് ബീച്ചിൽ വെച്ച് റാലി അവസാനിക്കും. രാവിലെ 10 പ്രതീക്ഷ. അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. 25,000 പേർ ഈ വിദ്യാർത്ഥി റാലിയിൽ അണിനിരക്കുന്നതായിരിക്കും. അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിക്കുക വിദ്യാർത്ഥികളുടെ ഒരു കടൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഉദ്ഘാടന വേദിയായ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയായ KV സുധീഷ് നഗറിലാണ്. കോഴിക്കോട് ബീച്ചിന് തൊട്ടടുത്താണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വെച്ചായിരിക്കും പൊതുസമ്മേളനം നടക്കുക. ഈ സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ, ദേശീയ പ്രസിഡന്റ് എന്നിവരായിരിക്കും സംസാരിക്കുക. 87 അംഗ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. നിരവധി ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തു. ഫലസ്തീൻ, അതുപോലെ തന്നെ പെഹൽഗാം ഭീകരാക്രമണ വിഷയം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ചാൻസലറുടെ കടന്നുകയറ്റം, അതുപോലെ തന്നെ പോളിസിയിലെ അപാകതകൾ തുടങ്ങി നിരവധി നാഷണൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ശക്തി പ്രകടനം, SFIയുടെ ശക്തി പ്രകടനം ആയിരിക്കും ഇന്ന് ഈ കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിക്കുക. നമുക്ക് ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവിടെ കാലാവസ്ഥയാണ്. മനു, ഞാനും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളമാണ് ഇവിടെ വന്നത്. ഞങ്ങൾ പുറത്തായിരുന്നു ആദ്യം ക്യാമറ വെച്ചത്. പെട്ടെന്ന് മഴ പെയ്യുകയായിരുന്നു. മഴ പെയ്തതുകൂടി ഞങ്ങൾ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉള്ളിലേക്ക് മാറുകയായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ കാലാവസ്ഥ വില്ലനായി മാറുമോ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കൂ. ഏതായാലും 10 മണിക്കോട് വിദ്യാർത്ഥികളുടെ റാലി ആരംഭിക്കുന്നതായിരിക്കും. മനു.